ലോക വ്യാപാര രംഗം ഇപ്പോൾ വലിയ അനിശ്ചിതത്വത്തിലൂടെയാണ് കടന്നുപോകുന്നത്. അമേരിക്കയുടെ പുതിയ താരിഫ് നയങ്ങളും ഇറാനെ ചുറ്റിപ്പറ്റിയുള്ള യുദ്ധ സാഹചര്യം കൂടി വന്നതോടെ പല രാജ്യങ്ങളുടെയും സമ്പദ് വ്യവസ്ഥയ്ക്ക് സമ്മർദ്ദം കൂടിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഹോർമൂസ് കടലിടുക്കിലെ പ്രശ്നങ്ങൾ കാരണം എണ്ണയും ചരക്കുകളും കൊണ്ടുപോകുന്നതിൽ തടസ്സമുണ്ടാകുമോ എന്ന ആശങ്ക ലോകവിപണിയിൽ നിലനിൽക്കുന്നു. എന്നാൽ ഈ അനിശ്ചിതത്വം സാഹചര്യത്തിനിടെ അപ്രതീക്ഷിത നേട്ടമുണ്ടാക്കി മുന്നേറുകയാണ് ചൈന. ഏപ്രിൽ മാസത്തിലെ കയറ്റുമതി കണക്കുകൾ പുറത്തുവരുമ്പോൾ സാമ്പത്തിക വിദഗ്ധർ പോലും അതിശയിച്ചു. മുൻ വർഷത്തേക്കാൾ 14.1% വളർച്ചയാണ് ചൈനയുടെ കയറ്റുമതിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ചൈന നേരിട്ട സാമ്പത്തിക സമ്മർദ്ദങ്ങൾ കണക്കിലെടുക്കുമ്പോൾ ഈ വളർച്ച വലിയ ആശ്വാസമായാണ് വിലയിരുത്തപ്പെടുന്നത്. പ്രധാനമായും സാങ്കേതിക മേഖലയിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾക്കാണ് വലിയ ആവശ്യകത ഉണ്ടായത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡേറ്റാ സെന്ററുകൾ, കമ്പ്യൂട്ടർ ഉപകരണങ്ങൾ, മൊബൈൽ സാങ്കേതികവിദ്യ എന്നിവയ്ക്കായി ഉപയോഗിക്കുന്ന സാധനങ്ങൾ ലോകമെമ്പാടും ആവശ്യകത വർദ്ധിച്ചു. യുദ്ധ സാഹചര്യം രൂക്ഷമാകുന്നതിന് മുമ്പ് തന്നെ ആവശ്യമായ സാധനങ്ങൾ വാങ്ങുവാൻ പല കമ്പനികളും ശ്രമിച്ചതും ചൈനയുടെ കയറ്റുമതിക്ക് സഹായമായി. സെമി കണ്ടക്ടറുകൾ, മെമ്മറി ചിപ്പുകൾ, ഇലക്ട്രോണിക്സ് എന്നിവയുടെ ആവശ്യകത കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി വലിയ തോതിൽ ഉയർന്നിരുന്നു. ഭാവിയിൽ ഇവയുടെ വില വീണ്ടും ഉയരാൻ സാധ്യതയുണ്ടെന്ന ആശങ്ക ഉൽപാദകരിലും ടെക് കമ്പനികളും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പലരും മുൻകൂട്ടി കൂടുതൽ ഓർഡറുകൾ നൽകി. അതിന്റെ നേട്ടമാണ് ചൈനയ്ക്ക് ലഭിച്ചത്. ഇതിനു മുമ്പ് മാർച്ച് മാസത്തിൽ ചൈനയുടെ കയറ്റുമതി വലിയ തിരിച്ചടിയേറ്റിരുന്നു. അന്ന് വളർച്ച വെറും 2.5% മാത്രമായിരുന്നു. സാമ്പത്തിക വിദഗ്ധർ പ്രതീക്ഷിച്ചതിനേക്കാൾ വളരെ കുറവായിരുന്നു അത്. പുതിയ ഓർഡറുകൾ കുറഞ്ഞതും ലോകവിപണിയിലെ ആശങ്കകളും അന്ന് ചൈനയെ ബാധിച്ചിരുന്നു. പക്ഷേ ഏപ്രിലിൽ സ്ഥിതി പൂർണ്ണമായും മാറി. പുതിയ ഓർഡറുകൾ 2 വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന നിലയിലെത്തി. ഇതോടെ ചൈനയുടെ വ്യാപാര ലാഭവും വലിയ തോതിൽ ഉയർന്നു. മാർച്ചിൽ $5,450 കോടി ആയിരുന്ന വ്യാപാര സർപ്ലസ് ഏപ്രിലിൽ $8,480 കോടി ഉയർന്നു. ഇത് ചൈനീസ് സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്ന കണക്കാണ്. ഇറക്കുമതിയിലും ചൈന മികച്ച വളർച്ചയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏപ്രിലിൽ 25.3% വളർച്ചയാണ് ഇറക്കുമതിയിൽ ഉണ്ടായിരിക്കുന്നത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അസംസ്കൃത വസ്തുക്കളും സാങ്കേതിക ഉപകരണങ്ങളും ചൈന വൻതോതിൽ വാങ്ങുകയാണ്. ഇത് അവിടുത്തെ വ്യാവസായിക മേഖല വീണ്ടും ശക്തമാക്കുന്നതിന്റെ സൂചനയായി കണക്കാക്കപ്പെടുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കയറ്റുമതി രാജ്യമാണ് ചൈന. അതുകൊണ്ട് അവിടെയുള്ള ചെറിയ സാമ്പത്തിക മാറ്റങ്ങൾ പോലും ലോകവിപണിയെ ബാധിക്കാറുണ്ട്. പ്രത്യേകിച്ച് ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ, സാങ്കേതിക ഉപകരണങ്ങൾ, വ്യാവസായിക സ്ഥാപനങ്ങൾ തുടങ്ങിയ മേഖലകളിൽ ചൈനയുടെ സ്വാധീനം വളരെ വലുതാണ്. ഇപ്പോൾ ഹോർമൂസ് കടലിടുക്കിലെ അനിശ്ചിതത്വം ലോക വ്യാപാരത്തിന് വലിയ ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിലും യൂറോപ്പ്, ഏഷ്യ, ലാറ്റിൻ അമേരിക്ക, ആഫ്രിക്ക എന്നിവിടങ്ങളിലേക്കുള്ള കയറ്റുമതി നിലനിർത്താൻ ചൈനയ്ക്ക് കഴിഞ്ഞു. ഇത് ചൈനീസ് കമ്പനികളുടെ ശക്തമായ വ്യാപാര ബന്ധങ്ങളും വേഗത്തിലുള്ള വിപണി തന്ത്രങ്ങളും കൊണ്ടാണെന്നാണ് വിലയിരുത്തൽ. അതേസമയം ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളും നിലനിൽക്കുന്നുണ്ട്. ഹോർമൂസ് കടലിടുക്കിലെ പ്രശ്നങ്ങൾ കൂടുതൽ വഷളായ ക്രൂഡ് ഓയിൽ വില വീണ്ടും കുതിച്ചുയരാൻ സാധ്യതയുണ്ട്. ലോകത്തിലെ വലിയ എണ്ണ ഗതാഗത പാതകളിലൊന്നാണ് ഹോർമൂസ് കടലിടുക്ക്. അവിടെ തടസ്സമുണ്ടായാൽ പല രാജ്യങ്ങളിലേക്കും എണ്ണ എത്തുന്നത് വൈകും. അത് നേരിട്ട് ബാധിക്കുന്നത് ലോക സമ്പദ് വ്യവസ്ഥയ്ക്കായിരിക്കും. എണ്ണവില കൂടുമ്പോൾ സാധനങ്ങളുടെ വിലയും കൂടും. പല രാജ്യങ്ങളുമേലുള്ള ജനങ്ങളുടെ ചെലവഴിക്കാനുള്ള ശേഷി കുറയാം. അങ്ങനെ സംഭവിച്ചാൽ ചൈനയിൽ നിന്നുള്ള സാധനങ്ങൾ വാങ്ങുന്ന രാജ്യങ്ങളുടെ എണ്ണം കുറയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ നേട്ടം ദീർഘകാലം തുടരുമോ എന്ന കാര്യത്തിൽ സാമ്പത്തിക വിദഗ്ധർക്ക് ഇപ്പോഴും സംശയമുണ്ട്. ചൈനയ്ക്കുള്ളിൽ തന്നെയും ചില വെല്ലുവിളികൾ നിലനിൽക്കുന്നുണ്ട്. തൊഴിലില്ലായ്മ നിരക്ക് ഉയരുന്നതും ചില്ലറ വിൽപ്പന കുറയുന്നതും സർക്കാരിന് ആശങ്കയാക്കുന്നു. യുവാക്കൾക്കിടയിൽ തൊഴിലില്ലായ്മ വലിയ ചർച്ചയായിട്ടുണ്ട്. വീടുകളും ഭൂമിയും ഉൾപ്പെടുന്ന റിയൽ എസ്റ്റേറ്റ് മേഖലയിലും ഇപ്പോഴും പൂർണ്ണമായ തിരിച്ചുവരവ് ഉണ്ടായിട്ടില്ല. എന്നിരുന്നാലും ചൈനീസ് സർക്കാർ സമ്പദ് വ്യവസ്ഥയെ സ്ഥിരതയോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട്. വ്യാവസായിക മേഖലയ്ക്ക് പ്രോത്സാഹനം നൽകുകയും കയറ്റുമതി കൂട്ടാൻ പുതിയ പദ്ധതികൾ തയ്യാറാക്കുകയും ചെയ്യുന്നു. ആഭ്യന്തര വിപണിയിലും കൂടുതൽ ചെലവഴിക്കാനായി ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന നടപടികൾ സർക്കാർ സ്വീകരിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.